വീട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും അവരെ പ്രൊഡക്റ്റിനെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ആമസോൺ ഗ്ലോബൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾക്ക് വളരെ ലളിതമായ രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റിനെ ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ ഏത് രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റും. ചക്ക മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ആ ചക്ക ഉപയോഗിച്ച് എണ്ണയില്ലാതെ തയ്യാറാക്കിയ വാക്വം ഫ്രൈഡ് ചിപ്സിലൂടെ വയനാടൻസ് എന്ന ബ്രാൻഡ് പടുത്തുയർത്തിയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ കഥ, അതിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ജിതിൻ കാന്ത് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോ ജിതിൻ ബ്രോ, ചക്കയെ വയനാടൻസ് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റിയത്? ഞങ്ങളെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2018 സമയത്ത് നമ്മുടെ നാട്ടിൽ ചക്ക എന്ന് പറയുന്നത് സൗജന്യമായി കിട്ടുന്ന സാഹചര്യമാണ്. അപ്പൊ ചക്കയ്ക്ക് നമ്മൾ ആദ്യം പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞങ്ങൾ ഇന്ന് 2025 എത്തിക്കുന്ന സമയത്ത് ഇന്ന് 1 കിലോ ചക്കയ്ക്ക് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പറിച്ചത് ഈ കിലോയ്ക്ക് 25 രൂപ തോതില്ല. അപ്പം ചക്കയെ അന്ന് നമുക്ക് ഗ്ലോബൽ ബ്രാൻഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളന്ന് ചക്കേനെ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നു. അപ്പം നമ്മൾ അതിനുശേഷം നമ്മൾ വാക്വം ഫ്രൈഡ് ചിപ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാക്വം ഫ്രൈഡ് ചിപ്സ് എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയ സംഭവമാണ്. അത് ഒരു ഗ്ലോബലി നല്ലൊരു ഹിറ്റായി. പല രാജ്യങ്ങളും US ആയാലും UK ആയാലും കാനഡ ആയാലും ഇനി ഈ സൈഡ് നോക്കുമ്പോൾ UAE ആയിരുന്നാലും UAE, ഖത്തർ, ഈ രാജ്യങ്ങളിലൊക്കെ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി ചക്കയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ഒരു ബ്രാൻഡായി ചക്കയെ നമുക്ക് മറ്റു രാജ്യങ്ങളിലും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചക്കയിൽ നിന്നുള്ള വാക്വം ഫ്രൈഡ് ചിപ്സുകൾ വളരെ വലിയ രീതിയിൽ നമുക്ക് സക്സസ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വയനാടൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്കുള്ള നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു? വയനാടൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഹെൽത്തി സ്നാക്സ് ആണ്. അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ എങ്ങനെ നമുക്ക് നല്ല ഫുഡ് എത്തിക്കാം, ആ ഫുഡിന്റെ ഷെൽഫ് ലൈഫ് എങ്ങനെ കൂട്ടാം, അതാണ് നമ്മൾ നോക്കിയത്. ഇപ്പൊ വാക്വം ഫ്രൈഡ് ചിപ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫ് വളരെ 1 മാസം മാക്സിമം കിട്ടും, വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതിനെ R&D നടത്തി നമ്മൾ പാക്കിങ് മാറ്റി നമ്മൾ നൈലോൺ ഫ്രഷ് ചെയ്ത് അതിന്റെ 7 ലെയറുള്ള പാക്കിംഗ് ആക്കി അതിന്റെ നൈലോൺ പ്ലസ് മെറ്റീരിയൽ അതിന്റെ കണ്ടന്റായി ഉപയോഗിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആയ സമയത്താണ് അതിന്റെ ഷെൽഫ് ലൈഫ് 1 വർഷത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിലും എയർപോർട്ടുകളിലും ഇന്ത്യയിലെ ലോകത്തെ പല പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചു. ആമസോണില്, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള ഓൺലൈൻ ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ തന്നെ നമുക്ക് പല രാജ്യങ്ങളിലും നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വയനാടൻസ് ആണെങ്കിലും ചക്കയുടെ ആണെങ്കിലും ഒക്കെ തന്നെയും ഇപ്പൊ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ ഗുണങ്ങൾ ഉണ്ടല്ലോ. അതെ. അപ്പോ ആ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആമസോൺ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രാൻഡിനെ എത്രമാത്രം നമുക്ക് ഒരു വേൾഡ് വൈഡ് ആക്കാൻ പറ്റുമോ അതിനെ ഏറ്റവും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആമസോൺ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊരു ഫസ്റ്റിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. അതിന് ഇന്ത്യയിൽ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഒക്കെ വന്ന റിവ്യൂ ഒക്കെ വന്നതിന് ശേഷം ഞങ്ങൾ അതിനെ നമുക്ക് UK ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു. UK അവിടെ ബ്രാൻഡ് സ്റ്റോർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ US ഓപ്പൺ ചെയ്തു. അങ്ങനെ കാനഡ, അങ്ങനെ പല രാജ്യങ്ങളിലും നമ്മൾ പ്രൊഡക്റ്റ് ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ഒരുപാട് കസ്റ്റമറിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് എത്തിച്ച് അവരെ കോൺടാക്ട് ചെയ്ത് പിന്നീട് അതേ കെയർ ഓഫിൽ വീണ്ടും നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ വാക്വം ഫ്രൈഡ് ചിപ്സ് എന്ന് പറയുന്നത്? വാക്വം ഫ്രൈഡ് ചിപ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ ചിപ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ബനാന ചിപ്സ് ആണെങ്കിൽ അതിന്റെ ഫ്രൈങ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒരു 150 to 180 ആണ്. ഈ ഒരു ടെമ്പറേച്ചർ ലെവലാണ് ഫ്രൈ ആവുന്നത്. വാക്വം ഫ്രൈഡിൽ വരുന്ന സമയത്ത് അത് നമ്മൾ ഒരു 60 to 90 ഡിഗ്രിയിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ചിപ്സ് ആകുന്ന സമയത്ത് അതിന്റെ യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ഒരു സാധനം നമ്മൾ കഴിക്കുന്നത്. അതിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. വാക്വം ഫ്രൈഡ് ആയിരുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, അതിൽ എന്തൊക്കെ അതിന്റെ ഫ്ലേവറോട് കൂടി, അതിന്റെ ടെക്സ്ചറോട് കൂടി, അതിന്റെ എന്താണോ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്വാദ് അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് വാക്വം ഫ്രൈഡ് ചിപ്സ്. അപ്പൊ ഈ ഒരു ഫ്രോസൺ ടെക്നോളജി അതെന്താണ്? ഫ്രോസൺ ടെക്നോളജിയുടെ നമുക്ക് ഒരുപാട് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പല പ്രോഡക്റ്റുകൾ നമുക്ക് നമ്മുടെ ലോക്കലി നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അതേ ടേസ്റ്റോട് കൂടി നമുക്ക്
-35 ഫ്രോസൺ ചെയ്തിട്ട് -80 നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് അതേ ആ -80 തന്നെ കണ്ടെയ്നറോട് കൂടി തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റും ഫ്രോസൺ നെറ്റ്വർക്ക്. അതിനെ നമുക്ക് അതേ ഒരു പ്രിസർവേറ്റീവ്സും കൂടാതെ തന്നെ ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഫുഡ് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെ തനതായ ഇപ്പം ചക്ക പുഴുങ്ങിയതിനെ നമ്മൾ അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ തനതായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഫ്രോസൺ ചെയ്തിട്ട് നമ്മളുടെ പലഹാരങ്ങൾ പല സ്നാക്സുകൾ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രോസൺ ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുണ്ട്. അപ്പൊ അത് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കാര്യങ്ങള്? നമ്മളൊരു എക്സ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആകെ വേണ്ടത് ഐ കോഡാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. അത് ഉള്ള ഐ കോഡ് ഉള്ള ഏതൊരാൾക്കും എക്സ്പോർട്ട് ചെയ്യാം, ഇന്ത്യയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാം. പിന്നെ ഓരോ കൺട്രിക്ക് ഓരോന്ന്, ഇപ്പം US ഒരു കേസ് എടുത്താൽ അവിടെ FDA സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു ടീ ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ടീ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. കോഫിയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ കോഫി ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ അപ്പേടേന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഏതാണ് ഒരു ഇന്ന പെർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ നമ്മൾ ഇന്ത്യയിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കണം, അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കണം. പിന്നെ ആ രാജ്യത്ത് ഇപ്പൊ അമേരിക്കന്റെ കേസിൽ FDA ഉണ്ടെങ്കിൽ അമേരിക്കയിൽ ആ ഒരു ഫുഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് അത് മതി. അതുപോലെ തന്നെ നമ്മൾ ഏതാണ് ഇപ്പം മഷ്റൂം ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് നമുക്ക് ബാക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ ആമസോൺ ഗ്ലോബൽ ലിസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന് നമുക്ക് അവിടെ ട്രയൽ റൺ നടത്തി നോക്കാം. എന്നിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് കണ്ടെയ്നർ തന്നെ ഇപ്പം പല ടൈപ്പ് ഉണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മളെ സ്പേസിനനുസരിച്ചുള്ള ചെറിയ ക്വാളിറ്റി ചെറിയ കണ്ടെയ്നറിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് 20 ഫീറ്റ് കണ്ടെയ്നറിൽ ഫുള്ള് വേണമെന്നില്ലെങ്കിൽ നമുക്ക് പാർഷ്യലി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം ഇന്നുണ്ട്. ഇന്ന് വളരെ സുതാര്യം, എക്സ്പോർട്ടിംഗ് സംവിധാനം വളരെ ലളിതമാണ്. ഇതിലിപ്പോ ആമസോണിൽ നമ്മള് ചെയ്യുന്ന സമയത്ത് ഒരുപാട് യുവ സംരംഭകരും സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ആമസോണിൽ നമ്മള് ഇതിനെ ഒരു ബ്രാൻഡാക്കി സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാത്ത ആളുകൾ, അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ആമസോണിൽ ഇപ്പൊ ഞങ്ങളെ ഒറാസിസ് എന്ന് പറയുന്ന സ്ഥാപനം ആമസോണിൽ ഒരുപാട് ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യും, അതിനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ അതിൽ ഫേസ് ചെയ്യുന്നത് ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ഇപ്പൊ ലോക്കലായിട്ട് നമ്മളൊരു ഏറ്റവും ഒരു അച്ചാർ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ അച്ചാർ ഉണ്ടാക്കാൻ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാൻ ആൾക്ക് വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് അവർക്ക് GST ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ FSIന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു ബ്രാൻഡ് ആക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് മാർക്ക് എടുക്കാം. ട്രേഡ് മാർക്ക് എടുത്തിട്ട് നമുക്ക് ആമസോണിൽ കുറച്ചും കൂടി ഒരു ബ്രാൻഡ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറച്ചും കൂടി വിസിബിലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ A+ ലിസ്റ്റിംഗ് ചെയ്യാം. പിന്നെ അതിലും മേലെ നമ്മൾ കുറെ കൂടി ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ബ്രാൻഡ് സ്റ്റോർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓൺ വെബ്സൈറ്റ് പോലെ തന്നെ നമുക്ക് Amazon/ എന്താണോ ബ്രാൻഡ്, ആ ബ്രാൻഡ് തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഏതൊരാൾക്കും വളരെ ലളിതമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും പറ്റും. വളരെ സിമ്പിളായ ഒരു സംവിധാനമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ ഇപ്പം ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തു, അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്, നല്ല ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഇപ്പം US-ലാണെങ്കിൽ US Amazon.com നമുക്ക് ലിസ്റ്റ് ചെയ്യാം, UK ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ പല രാജ്യങ്ങളിലും ആമസോണിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ എത്തിക്കാൻ പറ്റും. അപ്പൊ 2018 തോന്നുന്നു നിങ്ങൾ ഈ ഒരു ഐഡിയ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് 2025 എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ അല്ലെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കുറെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ യുവ സംരംഭകരുണ്ട്, അപ്പൊ അവരോട് ഇപ്പം ജിതിൻ ബ്രോക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഇപ്പൊ ഞങ്ങൾ സംരംഭത്തിലേക്ക് വന്ന സമയത്ത് കുറെ കൂടി ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഈ സംരംഭത്തിന് പലപ്പം ഗ്രാൻഡിനെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. അതേപോലെ തന്നെ എക്സ്പോർട്ടിന്റെ ഓപ്പർച്യൂണിറ്റിയിൽ കുറെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ എക്സ്പോർട്ട് വളരെ ലളിതമായിട്ടുണ്ട്, ആർക്കും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആമസോൺ ഗ്ലോബൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾക്ക് വളരെ ലളിതമായ രീതിയിൽ നമ്മളെ പ്രോഡക്റ്റിനെ ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിലൂടെ ഏത് രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റും. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം കേരളത്തിലൊക്കെ ഉള്ള പല ചെറിയ സംരംഭങ്ങൾ വീട്ടിൽ
നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും അവരെ പ്രൊഡക്റ്റിനെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണ ഒരു 10 വർഷങ്ങൾക്ക് ബാക്കോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പം ഒരു ചെറിയൊരു ഐ കോഡ് എടുത്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ തന്നെ ഐ കോഡിനെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഈ ഓൺലൈൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ആമസോൺ ഗ്ലോബൽ സെല്ലിലൂടെ. ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ട്. ഓക്കെ, ഇതില് ഇപ്പം പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്നു വരവോടുകൂടി പല ആളുകളും ആ സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സംരംഭം ആളുകളിലേക്ക് എത്തിക്കാൻ. അത്തരത്തില് 2018 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നു വരവ് കുറച്ചും കൂടി ഒരു സ്ലോ ആയിരിക്കും, ഇപ്പൊ അത്രത്തോളം ഫാസ്റ്റ് അല്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? മൗത്ത് പബ്ലിസിറ്റി ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ആണോ? ഞങ്ങൾക്ക് ഒരു ഒറാസിസ് എന്ന് പറയുന്ന IT കമ്പനി ഓൾറെഡി ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് IT ആണ്, ഞങ്ങളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഫുഡ് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ITയുടെ സാധ്യതകൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് ഇപ്പൊ A ആണെങ്കിൽ Aനെ നമ്മൾ അഗ്രി ടെക്കിൽ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അന്ന് ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനം നമ്മൾ അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺ കമ്പനിയും നമ്മൾ സംവിധാനത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് കൂടുതൽ എക്സ്പോർട്ട് എൻക്വയറി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഗ്ലോബൽ പ്രസൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഗ്ലോബൽ പ്രസൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി ബ്രാൻഡിനെ കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു വയനാട് ഡാൻസ് എന്ന് പറയുന്ന ബ്രാൻഡ്, അതിന്റെ പിന്നിൽ കുറെ ആളുകളുടെ ടീം വർക്ക്. അപ്പൊ നിങ്ങളുടെ ടീമിന്റെ വർക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വിഷനോട് കൂടി നമുക്കൊരു പ്രൊജക്റ്റിലേക്ക് എത്തണം, ഈ ഒരു ഐഡിയ കുറെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും വിഷൻസ് ഉണ്ടോ ഭാവിയിലേക്ക്? ഞങ്ങളിപ്പം ഇതിന്റെ ബാക്ക് എൻഡ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ചക്കയുടെ കേസ് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഒരു വീട്ടിൽ തന്നെ പല ടൈപ്പ് പ്ലാവുകൾ ഉണ്ടാവും, പല ടൈപ്പ് ചക്കകളാണ് ഔട്ട്പുട്ടായി കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ, ഞങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ചക്കയുടെ വിയറ്റ്നാം എളി എന്ന് പറഞ്ഞിട്ടുള്ള ചക്കയുടെ തോട്ടം നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ തന്നെ പ്ലാവിന് തൈ കൊടുത്ത് അത് എടുക്കുന്ന ഒരു സിസ്റ്റം, ചക്ക ഞങ്ങൾ എടുക്കാവുന്ന ഒരു രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഇപ്പം തന്നെ ഞങ്ങൾ ഒരു 10 ഏക്കറോളം ലാൻഡിൽ ഞങ്ങൾ ചക്കയുടെ തോട്ടം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആയി വരുന്ന വഖഫിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചക്കയുടെ തോട്ടം ഉണ്ടാക്കുകയും അതിൽ നിന്ന് നമുക്ക് ഒരേ ടൈപ്പുള്ള ചക്ക, ഞങ്ങൾക്ക് വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു ഇന്റർനാഷണൽ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന തായ്ലൻഡിനോടും മലേഷ്യനോടും ഇന്തോനേഷ്യനോടും ഒക്കെ, അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് അവർക്കെല്ലാം ഈ ഫാമിംഗ് ആണ് എല്ലാ പ്രൊഡക്റ്റിനും ഉള്ളത്. അപ്പൊ അതേ രീതിയിൽ നമ്മളും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ബ്രാൻഡ് പ്രൊഡക്റ്റില് അത് കുറെ കൂടി നമുക്കത് ലാഭകരമായ രീതിയിൽ നടത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലുള്ള ആളുകളിൽ നിന്ന് ഇപ്പം വരുന്ന പുതിയ എന്റർപ്രണേഴ്സിന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ ആ രീതിയിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഇപ്പോ ഒരു കുറഞ്ഞ വാക്കുകളിലൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയ ഒരു മാർക്കറ്റിംഗ് സർവേ നമ്മൾ നടത്തണം. അപ്പൊ നമ്മളൊരു മാക്സിമം നമ്മളെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആരാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്ത് അവരെ മാർക്കറ്റ് നമ്മൾ പഠിക്കണം. അപ്പൊ മാർക്കറ്റിൽ സ്പേസ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഇറക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ അന്ന് വാക്കഫൈഡ് ചിന്തിക്കും, ഇന്നിപ്പം വാക്കഫൈഡിന് പ്രസക്തി ഇല്ല. അപ്പൊ ഞങ്ങൾ അന്ന് ചക്കയിലാണ് വാല്യുവേഷൻ നടത്തിയത്. ചക്ക എന്ന് നമുക്ക് സൗജന്യമായി കിട്ടുന്ന ഒരു കാലഘട്ടം 2018 എന്ന് പറയുമ്പോൾ വാക്കഫൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഇന്ത്യയിലില്ല, മാത്രമല്ല കുറവാണ്. അതിന് നമ്മളെ ചക്ക സൗജന്യമായിട്ട് നമ്മളെ കിട്ടുന്ന സമയത്താണ് ഞങ്ങൾ ചക്കേനെ വാല്യൂ അഡീഷൻ നടത്താനാണ് ഞങ്ങൾ വാക്കഫൈഡ് ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് 20 രൂപയ്ക്കാണ് ചക്കേന്റെ കിലോ റേറ്റ് വരുന്നത്. അത് 20 രൂപ എന്ന് പറയുന്നത് സീസൺ ടൈമിനാണ് കേരളത്തിലെ. ഞങ്ങൾ തമിഴ്നാട്ടിലെ പണ്ട്രുത്തിന്ന് ചക്ക കേരളത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വാക്കഫൈഡ് ചെയ്തിട്ടുണ്ട്. അന്നപ്പോൾ നമുക്ക് കിലോയ്ക്ക് 35 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ തിരുവനന്തപുരത്ത് മുതൽ വയനാട് വരെയുള്ള എല്ലാ ജില്ലകളിൽ നമ്മൾ ചക്ക എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം ആവുന്നത് ചക്ക തിരുവനന്തപുരം ജില്ല എന്നാണ്. ആ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ആവും. നമ്മൾ എൻഡ് ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി, സെപ്റ്റംബർ ഓഗസ്റ്റോടുകൂടി വയനാട് ജില്ലയിൽ നമ്മൾ ഇത് ലാസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് ഡിഫറൻസ് പലപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാന്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള വിഷൻസ് കൂടുതൽ
സംരംഭങ്ങളിലേക്ക് അവർക്കൊരു വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പൊ ജീവിതത്തിൽ ഇനിയും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, പുതിയ പുതിയ ഐഡിയാസും പുതിയ ടീമും ബിൽഡ് ചെയ്ത് വരട്ടെ. ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിൽ നമ്മുടെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു.